ശ്യാം ദേവരാജ് ഈ വിധിയിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു റേപ്പ് അക്യൂസ്ഡിന് ലഭിക്കാവുന്ന എല്ലാവിധമായിട്ടുള്ള കൺസിഷൻസും ഈ പറയുന്ന വിധിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നതിന് തടസ്സമായി നിന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അർത്ഥത്തിൽ വലിയ കുരുക്കായി മാറിയിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത് ഫയൽ ചെയ്ത FIR ഈ കേസിൽ പരിഗണിച്ചിട്ടില്ല. അത് ഈ കുറ്റവാളിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ വെളിവാക്കുന്നതല്ല. കാരണം ആ കേസിന്റെ പ്രിലിമിനറി സ്റ്റേജിലാണ്, ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത് ഏതൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഷാ? ഡോക്ടർ അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ബലാത്സംഗം അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന പരിഗണന തൽക്കാലം അല്ലെങ്കിൽ അത്തരമൊരു വാദം, പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം തൽക്കാലം കോടതി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിൽ പറയുന്നത് ഈ രണ്ടാമത്തെ പരാതിയുടെ അത് സംബന്ധിച്ച വാദം ഇപ്പോൾ പരിഗണിക്കാനാവില്ല, അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മാത്രമാണ്. മാത്രമല്ല അതിലെ പരാതി സംബന്ധിച്ച ചില വ്യക്തതകൾ ഇനിയും വരാനുണ്ട്. ഒന്ന്, പരാതി ഈ സംഭവിച്ചത് ഈ രണ്ടാമത്തെ ആൾ നൽകിയ പരാതിയിലെ അതിനാധാരമായ സംഭവം എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നതിലടക്കം, മാത്രമല്ല ഈ പരാതിക്കാരിയുടെ ആധികാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കുറ്റകൃത്യം ഇതിൽ ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണമായി കോടതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല. ഡോക്ടർ അരുൺകുമാറും ഒക്കെ സൂചിപ്പിച്ചത് അക്കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൽ ഗർഭഛിദ്രത്തിന്റെ കാര്യം വരുമ്പോഴാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി നിരീക്ഷിക്കുന്നത്. അതായത് നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്ന കാര്യവും കൂടി ഇതിലുണ്ട്. പരാതിക്കാരിയെ സമ്മർദ്ദപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയതെന്ന വാദവും കൂടി പ്രോസിക്യൂഷൻ ഉയർത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു ജീവിതം ലഭിക്കുമെന്ന് കരുതിയാണ് ഗർഭഛിദ്രത്തിന് സമ്മതിച്ചത്. അതായത് ഒരു നിർബന്ധം അവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇതിൽ ആദ്യ ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് പരിഗണിക്കാം. പക്ഷെ അതിനിപ്പുറത്തേക്ക് നിരന്തരമായി, അതായത് ഭീഷണിപ്പെടുത്തിയടക്കം ബലാത്സംഗം ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു, ഈ ദൃശ്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തുന്നു. അത് വെച്ചിട്ടാണ് അതിജീവിതയെ വീണ്ടും ഈ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത്, നിർബന്ധിക്കുന്നത്, തുടർന്ന് ബലാത്സംഗം ചെയ്യുന്നത്. അതാണ് കോടതി അതിൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അടിവരയിടുന്നത്. അത് ആദ്യത്തേത് ഇതൊരു കൺസെന്റോട് കൂടിയുള്ള ശാരീരിക ബന്ധമാണെന്ന് കണക്കാക്കുമെങ്കിലും തൊട്ടടുത്തത് മറ്റുള്ളവയൊന്നും അങ്ങനെയല്ല എന്നൊരു നിരീക്ഷണം കോടതി ഈ ഉത്തരവിൽ നടത്തുന്നുണ്ട്. മറ്റേത് ഗർഭഛിദ്രത്തിന്റെ കാര്യവുമാണ്. പക്ഷെ രാഷ്ട്രീയ ആരോപണത്തെ സംബന്ധിച്ച് കോടതി ഇതിൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യം, അത് ഈ ഘട്ടത്തിൽ കോടതി ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പിന്നിലാണ് ഈ ഇങ്ങനൊരു പരാതി വന്നത് എന്നതിനെയും കോടതി ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഈ നിലവിൽ സംഭവിച്ച ഒന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിയുടെയും കൃത്യമായ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം വ്യക്തമാണ്. നമുക്കൊരു ഇടവേള ആവശ്യമുണ്ട് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ്. രണ്ടാമത്തെ പരാതിക്കാരി മൊഴി നൽകും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിത്തീരും. കാരണം ഇതിൽ പറയാത്ത കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ പരാതിയിലുണ്ട്. ഇതിൽ കൺസെൻഷ്വൽ ആണ് ബന്ധമെന്ന് പറഞ്ഞാൽ പോലും രണ്ടാമത്തെ കൺസെൻഷ്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പരാതി അങ്ങനെ തന്നെയാണ്. പരാതി അങ്ങനെയാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത തീരുമാനം